ഹലോ ഓൾ, വെൽക്കം ടു സൈലം IAS കൂടെ ഡേ 3. ഇന്ന് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റ് ചെയ്തിരുന്നത്. ആഫ്രിക്ക പെർഹാപ്സ് ഈസ് ദ മോസ്റ്റ് അഫക്റ്റഡ് ബൈ യൂറോപ്സ് റേസ് ഫോർ കോളനൈസിങ് ദ വേൾഡ്. ഡിസ്കസ്. ഡയറക്റ്റീവ് വേർഡ് എന്ന് പറയുന്നത് ഡിസ്കസ് ആണ്. ഡിസ്കസ് എന്ന ഒരു ഡയറക്റ്റീവ് വേർഡ് വരുമ്പം അതിനർത്ഥം യു ഹാവ് ടു ഹാവ് എൻ ആക്റ്റീവ് ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കൊണ്ട് ഡിസ്കസ് ചെയ്യുമ്പം എന്തൊക്കെയായിരിക്കും പറയുക? ഒരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയുള്ള എല്ലാ ആസ്പെക്റ്റും നമ്മൾ പറയണം. അതാണ് ഡിസ്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യത്തിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ പാർട്ടുകളെയും പറ്റിയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുക. അതാണ് ഡിസ്കസ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ക്രിട്ടിക്കലി അനലൈസ്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി ഇറ്റ് ഹാസ് 2 പാർട്സ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ്, നെഗറ്റീവ് ആസ്പെക്റ്റ്, അല്ലെങ്കിൽ പ്രോസ് കോൺസ്, അങ്ങനെയുള്ളൊരു ഡ്യുവൽ ആസ്പെക്റ്റാണ് പലപ്പോഴും ക്രിറ്റിസിസം എന്ന് പറയുന്നൊരു കീവേഡ് കൊണ്ട്, ഡയറക്റ്റീവ് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഡിസ്കസ് എന്ന് പറയുന്നത് എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി വി ഹാവ് ടു മെൻഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഇലാബറേറ്റ് ചെയ്യണം. പക്ഷേ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ പാർട്ടുകളും യു ഹാവ് ടു മെൻഷൻ ഇൻ പാസിങ്. അതാണ് ഡിസ്കസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എഗെയിൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കണ്ടന്റിലേക്ക് കയറില്ല. പകരം നമുക്ക് ആ ക്വസ്റ്റ്യൻ അറിയാമെന്ന് കാണിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള കീവേഡുകൾ, ഫാക്ട്സ് ഉപയോഗിച്ചുള്ള ഇതായിരിക്കണം ഇൻട്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻട്രോ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ദ സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക ബൈ യൂറോപ്യൻ പവേഴ്സ് ഇൻ ദ ലേറ്റ് 19th century അഫക്റ്റഡ് ദ കോണ്ടിനെൻറ്റ്സ് ഹിസ്റ്ററി ഇൻ എ പ്രൊഫൗണ്ട് മാനർ. നല്ലൊരു ഇൻട്രോയാണ്. സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക ബൈ യൂറോപ്യൻ യൂണിയൻ. സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നൊരു ടേമാണ്. ഇപ്പോൾ ബെർലിൻ കോൺഫറൻസിലൊക്കെ ആണെങ്കിലും ആളുകൾ ദേവർ സ്ക്രാമ്പിളിംഗ് ഫോർ ആഫ്രിക്ക ബിക്കോസ് ഓഫ് ഇറ്റ്സ് റിസോഴ്സ് റിച്ച്നെസ്. അപ്പം സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക ബൈ യൂറോപ്യൻ പവേഴ്സ് ഇൻ 19th century അഫക്റ്റഡ് ദ കോണ്ടിനെൻറ്റ്സ് ഹിസ്റ്ററി ഇൻ എ പ്രൊഫൗണ്ട് മാനർ. അതുപോലെ തന്നെ ഇന്ന് എക്സാം എഴുതിയ കുട്ടികളിൽ ചിലരും വളരെ നല്ല ഇൻട്രോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ദ സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക സെറ്റ് ഇൻ ബൈ ദ ബെർലിൻസ് കോൺഫറൻസ് ഷോ കൊളോണിയൽ ഇൻകർഷൻ ഇൻ ടു ദ കോണ്ടിനെൻറ്റ്. ശരിക്കും സോൾഡ് ആയിട്ടുള്ള ഇൻകർഷൻസ് നമ്മൾ കാണുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻകർഷൻസ് കാണുന്നത് ഇസ് ഫ്രം ദ സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക ഇൻ ബെർലിൻസ് കോൺഫറൻസാണ്. അപ്പം ഇതും നല്ലൊരു ഇൻട്രൊഡക്ഷനാണേ. ഇനിയൊക്കെ ക്വസ്റ്റ്യൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏതാ? ആഫ്രിക്ക പെർഹാപ്സ് ഈസ് ദ മോസ്റ്റ് അഫക്റ്റഡ്. എങ്ങനെയാണ് ആഫ്രിക്ക അഫക്റ്റഡ് ആയത്? യൂറോപ്പിൻ്റെ കോളനൈസേഷൻ റേസിൽ അഫക്റ്റഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ എന്നുള്ള പാർട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇത് അഫക്റ്റഡ് ആയതെന്ന്. അപ്പം ഇതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നമുക്ക് ഒരുപാട് ആസ്പെക്റ്റുകളൊന്നും ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ എന്നിരുന്നാലും റെലവൻ്റ് ആയിട്ടുള്ള ചില ആസ്പെക്ട്സ് എങ്കിലും നമ്മളൊന്ന് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇന്ന് ആൻസർ എഴുതിയ കുട്ടികൾ പലരും അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ആസ്പെക്റ്റ് കൂടെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചിലത് ഹിറ്റാവുന്നുണ്ട്, ചിലത് മിസ്സാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഏറ്റവും റെലവൻ്റ് ആയിട്ട് ഈ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മെൻഷൻ ചെയ്യേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയാണ് അഫക്റ്റഡ് ആയി ആഫ്രിക്ക. പക്ഷേ എന്തുകൊണ്ടാണ് ഇനിഷ്യലി ഇങ്ങനെയുള്ളൊരു സ്ക്രാമ്പിൾ സംഭവിച്ചത് എന്നുള്ളൊരു ആസ്പെക്റ്റും കൂടെ പറഞ്ഞാൽ നല്ലതായിരിക്കും. വൈ ആഫ്രിക്ക? എന്തുകൊണ്ട്? സ്ലേവ് ട്രേഡ്. ആഫ്രിക്കയിൽ നിന്ന് സ്ലേവ്സിനെ എടുത്തിട്ടാണ് പലപ്പോഴും ഗുഡ്സിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് റിച്ച് വിത്ത് റിസോഴ്സസ്. റോ മെറ്റീരിയൽസ് ഡിമാൻഡിന് വേണ്ടി കോങ്കോയും ബോട്സ്വാനയും പോലുള്ള രാജ്യങ്ങൾ യൂറോപ്യൻസ് ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലാൻഡ് ഉണ്ട്. അത് ഇപ്പോൾ പോലും അത് കറക്റ്റാണ്. ഒരുപാട് ലാൻഡ് അവൈലബിലിറ്റി ആഫ്രിക്കയിലുണ്ട്. ഇപ്പോൾ പോലും പല പ്രൈവറ്റ് കമ്പനീസും ലാൻഡ് അവിടെ ലീസിന് എടുത്തിട്ട് കൾട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. അപ്പോൾ അബണ്ടൻറ്റ് ലാൻഡ് അവൈലബിലിറ്റി. ബാക്കിയുള്ള കോണ്ടിനെൻറ്റ്സിലെല്ലാം ഡെൻസിറ്റി ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ പർപ്പസിനാണെങ്കിലും ഇൻഡസ്ട്രിയൽ പർപ്പസിനാണെങ്കിലും നമുക്ക് ലാൻഡ് അവൈലബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ ആഫ്രിക്ക അതില്ല എന്നുള്ളതും ഒരു അട്രാക്റ്റിംഗ് ഫാക്ടറായിരുന്നു. എത്നിക് ഡൈവേഴ്സിറ്റി എനേബിൾഡ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. എത്നിക് ഡൈവേഴ്സിറ്റി വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ യൂറോപ്യൻസിൻ്റെ, എസ്പെഷ്യലി ബ്രിട്ടീഷിൻ്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമായിരുന്നു ആഫ്രിക്ക എന്ന് പറയുന്നത്.
അപ്പോൾ വേറെ 1-2 ഡയമെൻഷൻസ് കുട്ടികൾ എഴുതിയിട്ടുണ്ട്. അതർ റീജിയൻസ് ഓഫ് കൊളോണിയൽ റൂൾ, ആഫ്രിക്ക അല്ലാതെ എവിടേക്ക് അവർ ഇൻവേഡ് ചെയ്തു എന്നുള്ളത്. ഇപ്പം ഇങ്ങനെ എഴുതുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 15 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആസ്പെക്റ്റുകളൂടെ കൊണ്ടുവരാം. പക്ഷേ ഇത് 10 മാർക്കിൻ്റേതാണ്. സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട് ദി സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തത് ആഫ്രിക്കേനെ. അപ്പോൾ കുറച്ചും കൂടെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് വൈ ആഫ്രിക്ക എന്നുള്ളത് തന്നെയാണ്. വൈ ആഫ്രിക്ക സെറ്റ്സ് കോണ്ടെക്സ്റ്റ് ഫോർ ഹൗ ആഫ്രിക്ക, എന്തുകൊണ്ടാണ് ആഫ്രിക്ക യൂറോപ്യൻസിനെ അട്രാക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോണ്ടെക്സ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ആഫ്രിക്ക ഈ ഒരു കോളനൈസേഷൻ മൂലം അഫക്റ്റഡ് ആയത് എന്നതിന് കൊടുക്കാനായിട്ട് സാധിക്കും. വേൾഡ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസും ആണെങ്കിലും ഇൻ്റർനാഷണൽ റിലേഷൻ ക്വസ്റ്റ്യൻസിനുമൊക്കെ നമ്മൾ മാപ്പ് ഒരു എക്സ്ട്രാ എഡ്ജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള ആൻസേഴ്സിൽ നിന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് യു ഹാവ് ടു ആഡ് സംതിങ്. ഒരു ബെറ്റർ അനാലിസിസ് ആവാം, ബെറ്റർ ഡയഗ്രാം ആവാം, ഒരു മാപ്പ് എലമെൻ്റ് ആയിരിക്കാം. അപ്പം ഇങ്ങനെ ഒരു മാപ്പ് എലമെൻറ്റ് ഒന്നെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കണ്ടന്റ് തുടങ്ങുമ്പോൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, വൈ ആഫ്രിക്ക മോസ്റ്റ് അഫക്റ്റഡ്? ഈ ഡിവൈഡ് റൂളിൻ്റെ ഭാഗമായിട്ട് എത്രയും കോൺഫ്ലിക്ട്സും കാര്യങ്ങളുമൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ സഹിൽ റീജിയൻ. പിന്നെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത് ഈ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശരിക്കും അന്ന് സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക പീരീഡിൽ ഒറിജിനേറ്റ് ചെയ്തതാണ് ഇപ്പോഴത്തെ നിയോ കൊളോണിയൽ കൺട്രോൾ പോലും. ഇപ്പം കോങ്കോയിലെ കൊബാൾട്ട് ബേസിൻസ് MNCs ലീസിനെടുക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റീസ് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് കോഴ്സ് യൂറോപ്യൻ ഇൻ്റർഫറൻസ് പീരീഡിൽ നിന്ന് ഇങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി പോലും വി ക്യാൻ റൂട്ട് ദം ബാക്ക് ടു ദ ഏർലിയർ ടൈംസ് ഓഫ് കോളനൈസേഷൻ. ഇപ്പം ഫ്രാൻസ് ബുർക്കിനോ ഫാസോയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ബാക്കിയാണ് ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കുന്നത്. ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷൻ ഇൻ മൾട്ടിലാറ്ററൽ ഫോറംസ് ഡ്യൂ ടു ലോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇപ്പം ഈ ഒരു കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ മൂലം എക്കണോമിക്കലി വളരെ ബാക്ക്വേർഡാണ് ആഫ്രിക്കൻ കൺട്രീസ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മൾട്ടിലാറ്ററൽ ഫോറംസിലൊന്നും ദേ ആർ നോട്ട് റെപ്രസെൻറ്റഡ്. വേൾഡ് ബാങ്കിൻ്റെ ഒരു കമൻറ്റ് നമ്മൾ ആ പോയിന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു വേൾഡ് ബാങ്ക്, ആഫ്രിക്ക ഈസ് ദ പൂറസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്. റേസിസ്റ്റ് നറേറ്റീവ്സ് ആൻഡ് ബയസ്ഡ് യൂറോപ്യൻ മീഡിയ റിപ്പോർട്ടിംഗ് ലിമിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ പലപ്പോഴും കോളനൈസ് ചെയ്യുന്ന രാജ്യങ്ങളെ വെള്ളപൂശുക എന്നുള്ളത് അതൊരു മെയിൻ സ്ട്രീം മീഡിയയുടെ പതിവ് രീതിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ മോഡേൺ ഇന്ത്യയിൽ നാഷണൽ ഫ്രീഡം സ്ട്രഗിളിനെ പറ്റിയും കാര്യങ്ങളുമൊക്കെ നമ്മുടെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. അതുപോലെ തന്നെ കൊളോണിയൽ പെർസ്പെക്റ്റീവിൽ വൈറ്റ് മാൻസ് ബർഡൻ പോലുള്ള എലമെൻറ്റുകളാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആഫ്രിക്കയിൽ സംഭവിക്കുന്നുണ്ട്. ആഫ്രിക്കനെ അല്ല അവിടെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നുണ്ടാവുക. അപ്പം റേസിസ്റ്റ് നറേറ്റീവ്സും അതേപോലെ തന്നെ മെയിൻ സ്ട്രീം മീഡിയയുടെ ബയസ്ഡ് നറേറ്റീവ്സും ഒക്കെ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ വളരെ ലിമിറ്റ് ചെയ്യും. കൺക്ലൂഷൻ, അഗെയിൻ ഒരു ഹയർ അനാലിസിസ്, ഒരു ഹയർ പെർസ്പെക്റ്റീവ് ആയിരിക്കണം എപ്പോഴും കൺക്ലൂഷനിൽ ഉള്ളത്. ഇന്ത്യ ക്യാമ്പയിനിങ് ആഫ്രിക്കാസ് കോസ് ഇൻ G20 ബൈ സപ്പോർട്ടിംഗ് ദ അഡീഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിയൻ ആസ് എ മെമ്പർ ഈസ് എ മെഷർ ടു ഇൻഷുർ ആഫ്രിക്കാസ് പ്രോസ്പെരിറ്റി. ഇപ്പോൾ ഇന്ത്യ ഈ അടുത്തായിട്ട് G20 ആഫ്രിക്കൻ യൂണിയൻ്റെ ഇൻക്ലൂഷനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്രിക്കയുടെ ഇൻക്ലൂഷനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള കോളനൈസേഷൻ മൂലമുള്ള ഇഷ്യൂസിൽ നിന്നും മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. അപ്പം ഈ ആൻസർ വെച്ചിട്ട് മെമ്പർഷിപ്പ് കിട്ടാത്തവർ കമ്പയർ ചെയ്ത് നോക്കുക, അതിനനുസരിച്ച് മാറ്റി എഴുതുക. ഓക്കെ, താങ്ക് യു.